ഹലോ ഹായ് ഫ്രണ്ട്സ്, കോപ്പറേറ്റീവ് ട്യൂട്ടർ എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ. അതോടൊപ്പമുള്ള കുഞ്ഞ് ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കണേ. എങ്കിൽ മാത്രമേ ഞാനിടുന്ന ക്ലാസ്സിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഉടനെ തന്നെ ലഭിക്കുകയുള്ളൂ. ഇന്ന് കോപ്പറേഷനുമായിട്ട് ബന്ധപ്പെട്ട ഒരു ക്ലാസ്സാണ്. നമുക്കറിയാം, KS കാർഡ് ബാങ്ക്, അതുപോലെ അപ്പെക്സ് സൊസൈറ്റീസ് ഇൻ കേരള, ഇതിൻ്റെ എല്ലാം സിലബസ് വന്നതിൻ്റെ കൂട്ടത്തിൽ 50 മാർക്ക് കോപ്പറേഷൻ, 40 മാർക്ക് ഫിനാൻസ്, 10 മാർക്ക് IT ആൻഡ് സൈബർ ലോ. ഇങ്ങനെയാണ് ക്ലാസ്സുകൾ, ഇങ്ങനെയാണ് സിലബസ് തന്നിരിക്കുന്നത്. ഈ 50 മാർക്ക് കോപ്പറേഷൻ എന്ന് പറയുന്നതിനകത്ത് കോപ്പറേഷനും കോപ്പറേറ്റീവ് ലോയും ഉൾപ്പെടാം. 40 മാർക്ക് ഫിനാൻസ് എന്നുള്ളതിൽ ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ്, ഫിനാൻഷ്യൽ അക്കൗണ്ടിംഗ്, ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് സ്ട്രാറ്റജി, ഇതുപോലെയുള്ള BCom ബേസ്ഡ് ആയിട്ടുള്ള സിലബസ് ഉൾപ്പെടുത്തിയിട്ടുള്ള ക്ലാസ്സുകൾ ഉടനെ തന്നെ ഈ ചാനലിൽ ലഭ്യമാണ്. അതുപോലെ കോപ്പറേഷനിൽ നിന്നും കോപ്പറേറ്റീവ് ലോയിൽ നിന്നും 50 മാർക്കിൽ ഒരു 45 മാർക്കുമെങ്കിലും സ്കോർ ചെയ്യുന്ന ഒരാൾക്ക് മാത്രമേ റാങ്ക് ലിസ്റ്റിൽ കടന്നുകൂടാൻ പറ്റത്തുള്ളൂ എന്ന് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് കോപ്പറേഷൻ എന്ന് പറയുന്ന ഭാഗത്തു നിന്നും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഭാഗം പോലും വിടാതെ പഠിക്കുന്ന ഒരു കുട്ടിക്ക് മാത്രമേ നെഗറ്റീവ് മാർക്ക് ഉള്ളത് കൊണ്ട് തന്നെ, PSC നടത്തുന്ന എക്സാം ആയതുകൊണ്ട് നെഗറ്റീവ് മാർക്ക് ഉള്ളത് കൊണ്ട് തന്നെ വളരെ ശ്രദ്ധിച്ച് എക്സാം എഴുതിയെങ്കിൽ മാത്രമേ 45 അതിൽ കൂടുതലോ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുകയുള്ളൂ. അതുകൊണ്ട് ഓരോ ഭാഗവും കൃത്യമായിട്ട് പഠിപ്പിക്കുന്നത് നിങ്ങൾ നോട്ട് പ്രിപ്പയർ ചെയ്ത് തന്നെ പഠിക്കാൻ ശ്രമിക്കുക. നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്നത് SC/ST സൊസൈറ്റിയെ പറ്റിയാണ്. SC/ST സൊസൈറ്റീസ്, അതുമായിട്ട് ബന്ധപ്പെട്ട് പരീക്ഷയ്ക്ക് കുറച്ചധികം ക്വസ്റ്റ്യൻസ് വരാൻ ചാൻസ് ഉണ്ട്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ദ ഇയർ ഇൻ വിച്ച് SC/ST സൊസൈറ്റി രജിസ്റ്റേർഡ് ഇൻ കേരള. കേരളത്തിൽ SC/ST സൊസൈറ്റി രജിസ്റ്റർ ചെയ്ത വർഷം ഏതാണ്? 1981, 1981. Where is the headquarters of Apex SC/ST സൊസൈറ്റി? രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ്, അപ്പെക്സ് SC/ST സൊസൈറ്റിയുടെ ഹെഡ്ക്വാർട്ടർ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ആൻസർ, ട്രിവാൻഡ്രം, തിരുവനന്തപുരത്താണ് ഹെഡ്ക്വാർട്ടേഴ്സ് ഓഫ് അപ്പെക്സ് SC/ST സൊസൈറ്റി സ്ഥിതി ചെയ്യുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ഇൻ വിച്ച് ഡിസ്ട്രിക്ട് ദ ലാർജസ്റ്റ് നമ്പർ ഓഫ് ഷെഡ്യൂൾഡ് ട്രൈബ് കോപ്പറേറ്റീവ് സൊസൈറ്റി ആർ വർക്കിംഗ് ഇൻ കേരള. കേരളത്തിൽ ഏത് ജില്ലയിലാണ് ഷെഡ്യൂൾഡ് ട്രൈബ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് കൂടുതലായിട്ടും ഉള്ളത്? ഷെഡ്യൂൾഡ് ട്രൈബ്സ് ഏറ്റവും കൂടുതൽ വയനാടാണ്. അതുകൊണ്ട് സ്വാഭാവികമായിട്ടും ഷെഡ്യൂൾഡ് ട്രൈബ് കോപ്പറേറ്റീവ് സൊസൈറ്റിയും ഏറ്റവും കൂടുതൽ വയനാട്ടിൽ തന്നെയാണ്. അടുത്ത ക്വസ്റ്റ്യൻ, പ്രിയദർശിനി മോട്ടോർ സർവീസ് സൊസൈറ്റി എസ്റ്റാബ്ലിഷ്ഡ് ഫോർ ദ പർപ്പസ് ഓഫ് പ്രൊവൈഡിംഗ് എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റി ടു ദ ഡാഷ്. പ്രിയദർശിനി മോട്ടോർ സർവീസ് സൊസൈറ്റി എന്ന സൊസൈറ്റി ആരുടെ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിന് വേണ്ടിയിട്ട് നിലവിൽ വന്നതാണ്? പ്രിയദർശിനി മോട്ടോർ സർവീസ് സൊസൈറ്റി എസ്റ്റാബ്ലിഷ്ഡ് ഫോർ ദ പർപ്പസ് ഓഫ് പ്രൊവൈഡിംഗ് എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റി ടു ദ ഡാഷ്. ആൻസർ, SC/ST പീപ്പിൾ. SC/ST പീപ്പിളിൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിന് വേണ്ടി നിലവിൽ വന്നതാണ് പ്രിയദർശിനി മോട്ടോർ സർവീസ് സൊസൈറ്റി. അടുത്ത ക്വസ്റ്റ്യൻ, ഹൂ ഈസ് ദ എക്സ് ഒഫീഷ്യോ ചെയർമാൻ ഓഫ് കേരള SC/ST ഫെഡറേഷൻ. കേരള SC/ST ഫെഡറേഷന്റെ എക്സ് ഒഫീഷ്യോ ചെയർമാനായിട്ട് അറിയപ്പെടുന്നത് ആരാണ്? ആൻസർ, മിനിസ്റ്റർ ഓഫ് കോർപ്പറേഷൻ. ആരാണ്? മിനിസ്റ്റർ ഓഫ് കോർപ്പറേഷൻ. അടുത്ത ക്വസ്റ്റ്യൻ, മാനേജീരിയൽ സബ്സിഡി യൂഷ്വലി ഗ്രാൻഡഡ് ഓൺലി ടു SC/ST ഫെഡറേഷൻ പീരീഡ് ഓഫ് ഡാഷ് ഇയർ. SC/ST ഫെഡറേഷനിൽ നിന്നും മാനേജീരിയൽ സബ്സിഡി സാധാരണ കൊടുക്കാറുണ്ട്.
അത് എത്ര വർഷം മുതൽ എത്ര വർഷം വരെയാണ് എന്നുള്ളതാണ്. ഇത് നേരത്തെ ഒരു കാര്യത്തെ അടിസ്ഥാനമാക്കിയിട്ട് മാത്രമാണ് ഇപ്പൊ പറയുന്നത്. ഇപ്പോഴുള്ള ടെക്സ്റ്റ് ബുക്കിനകത്തൊന്നും ഇങ്ങനത്തെ ഒരു കാര്യം പറയുന്നില്ല. പക്ഷേ PSC നടത്തിയിട്ടുള്ള ഒരു പരീക്ഷയുടെ ക്വസ്റ്റ്യനെ അടിസ്ഥാനമാക്കിയിട്ടാണ് ഞാൻ ഇത് പറയുന്നത്. അന്നേരം ആൻസർ 3 to 5 ഇയർ. 3 to 5 ഇയർ. അടുത്ത ക്വസ്റ്റ്യനും നമ്മുടെ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളതാണ്. ഡാഷ് ഇൻ കൈൻഡ് ഓഫ് ഫിനാൻഷ്യൽ ഹെൽപ്പ് ഫോർ മീറ്റിംഗ് ദ എസ്റ്റാബ്ലിഷ്മെന്റ് ചാർജസ് ഓഫ് എംപ്ലോയി ഓഫ് സൊസൈറ്റി. ഡാഷ് ഇൻ കൈൻഡ് ഓഫ് ഫിനാൻഷ്യൽ ഹെൽപ്പ് ഫോർ മീറ്റിംഗ് ദ എസ്റ്റാബ്ലിഷ്മെന്റ് ചാർജസ് ഓഫ് ദ എംപ്ലോയി ഓഫ് സൊസൈറ്റി. ഒരു എന്താണ് സൊസൈറ്റിയുമായിട്ട് ബന്ധപ്പെട്ട് എസ്റ്റാബ്ലിഷ്മെന്റ് ചാർജസ് വേണ്ടിയിട്ടുള്ള ഫിനാൻഷ്യൽ ഹെൽപ്പിന് പറയുന്ന പേരാണ് മാനേജേരിയൽ സബ്സിഡി. മാനേജേരിയൽ സബ്സിഡീസ്. അടുത്തൊരു ക്വസ്റ്റ്യൻ. ദ ഇയർ ഇൻ വിച്ച് SC/ST സൊസൈറ്റി വെയർ അണ്ടർ ദ കൺട്രോൾ ഓഫ് കേരള കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട്. കേരള കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ടിന്റെ അണ്ടറിൽ SC/ST സൊസൈറ്റീസ് നിലകൊള്ളാൻ തുടങ്ങിയത് ഏത് വർഷം മുതലാണ്? ആൻസർ 1986. 1986. അടുത്ത ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് ദ ഓൾഡ് നെയിം ഓഫ് SC/ST ഫെഡറേഷൻ? SC/ST ഫെഡറേഷന്റെ പഴയകാല പേരെന്താണ്? ആൻസർ ഗിരിഫെഡ്. ഗിരിഫെഡ്. ഗിരിജനങ്ങൾ എന്നുള്ളത് ഓർത്തിരുന്നാൽ മതി. ഗിരിഫെഡ്. അടുത്ത ക്വസ്റ്റ്യൻ. MFP കളക്ഷൻ ആൻഡ് പ്രോസസ്സിംഗ് ആൻഡ് മാർക്കറ്റിംഗ് ഈസ് എ ഫംഗ്ഷൻ ഓഫ് ഡാഷ്. MFP കളക്ഷൻ ആൻഡ് പ്രോസസ്സിംഗ് ആൻഡ് മാർക്കറ്റിംഗ് ഈസ് എ ഫംഗ്ഷൻ ഓഫ് ഡാഷ്. MFP കളക്ഷൻ എന്നത് അല്ലെങ്കിൽ അതിന്റെ പ്രോസസ്സിംഗ് അല്ലെങ്കിൽ അതിന്റെ മാർക്കറ്റിംഗ് ഇത് ഏത് സൊസൈറ്റിയുമായിട്ട് ബന്ധപ്പെട്ടതാണ്? ആൻസർ SC/ST കോപ്പറേറ്റീവ്സ്. ഇനി എന്താണ് MFP? വാട്ട് ഈസ് ദ എക്സ്പാൻഷൻ ഓഫ് MFP? മൈനർ ഫോറസ്ട്രി പ്രൊഡക്ഷൻ. അതായത് വനവിഭവങ്ങളൊക്കെ ശേഖരിക്കുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. MFP മൈനർ ഫോറസ്ട്രി പ്രൊഡക്ഷൻ. ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് പഠിക്കാനുള്ള ഒന്നാണ് ലാംസ്. LAMPS. ലാംസ്. ആദ്യമായിട്ട് പഠിക്കേണ്ടത് വാട്ട് ഈസ് ദ എക്സ്പാൻഷൻ ഓഫ് ലാംസ്. ലാംസ് എന്നുള്ളതിന്റെ എക്സ്പാൻഷൻ എന്താണ്? ലാർജ് സൈസ്ഡ് ആദിവാസി മൾട്ടിപ്പിൾ പർപ്പസ് സൊസൈറ്റി. ലാർജ് സൈസ്ഡ് ആദിവാസി മൾട്ടിപ്പിൾ പർപ്പസ് സൊസൈറ്റി. ഇതാണ് ലാംസ്. അടുത്ത ക്വസ്റ്റ്യൻ പരീക്ഷയ്ക്ക് ചോദിച്ചതാണ്. സിംഗിൾ വിൻഡോ ഡെലിവറി കൗണ്ടർ സിസ്റ്റം റിലേറ്റഡ് ടു ഡാഷ്. സിംഗിൾ വിൻഡോ ഡെലിവറി കൗണ്ടർ സിസ്റ്റം ഏതുമായിട്ട് ബന്ധപ്പെട്ടതാണ്? ആൻസർ ലാംസ്. അടുത്ത ക്വസ്റ്റ്യൻ. ദ ഇയർ ഇൻ വിച്ച് ദ സ്റ്റഡി ടീം ഓൺ കോപ്പറേറ്റീവ് സ്ട്രക്ചർ ഇൻ ട്രൈബൽ ഡെവലപ്മെന്റ് പ്രൊജക്ട് ഏരിയ അണ്ടർ ദ ചെയർമാൻഷിപ്പ് ഓഫ് ബാവ അപ്പോയിന്റഡ്. The year in which study team on cooperative structure in tribal development project areas under the chairmanship of Bawa appoint. അതായത് ലാംസുമായിട്ട് ബന്ധപ്പെട്ട ഒരു കമ്മിറ്റിയാണ് ബാവ കമ്മിറ്റി. അപ്പം ഈ ഒരു ബാവ കമ്മിറ്റിയെ അപ്പോയിന്റ് ചെയ്ത വർഷമാണ് ചോദിച്ചിരിക്കുന്നത്. 1973. 1973. ഹൗ മെനി ലാംസ് വർക്ക്ഡ് ഇൻ കേരള? കേരളത്തിൽ എത്ര ലാംസ് ആണ് വർക്കിംഗ് ആയിട്ടുള്ളത്? ആൻസർ എന്താണ്? there is no lamps in കേരള. കേരളത്തിൽ നിലവിൽ ഒരു ലാംസ് പോലും ഇല്ല. അടുത്ത ക്വസ്റ്റ്യൻ. ഇൻ വിച്ച് സ്റ്റേറ്റ് മോർ ലാംസ് വർക്ക്ഡ് ഇൻ ഇന്ത്യ? ഇന്ത്യയിൽ ഏറ്റവും അധികം ലാംസ് വർക്കിംഗ് ആയിട്ടുള്ളത് ഏത് സ്റ്റേറ്റിലാണ്? ആൻസർ മധ്യപ്രദേശ്. അടുത്ത ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് ദ എക്സ്പാൻഷൻ ഓഫ് ITDP? ITDP എന്നുള്ളതിന്റെ ഫുൾ ഫോം എന്താണ്? ഇന്റഗ്രേറ്റഡ് ട്രൈബൽ ഡെവലപ്മെന്റ് പ്രോഗ്രാം. അടുത്ത ക്വസ്റ്റ്യൻ. വിച്ച് ഈസ് ദ നാഷണൽ ലെവൽ അപ്പെക്സ് ഫെഡറേഷൻ ഓഫ് ലാംസ്? ലാംസിന്റെ നാഷണൽ ലെവൽ അപ്പെക്സ് ഫെഡറേഷൻ അറിയപ്പെടുന്ന പേരെന്താണ്? ട്രൈഫെഡ്. ട്രൈഫെഡ്.
വേർ ഈസ് ദ ഹെഡ് ക്വാർട്ടേഴ്സ് ഓഫ് ട്രൈഫെഡ്? ട്രൈഫെഡിന്റെ ഹെഡ് ക്വാർട്ടർ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ആൻസർ ന്യൂഡൽഹി. വാട്ട് ഈസ് ദ നെയിം ഓഫ് റീറ്റെയിൽ ഔട്ട്ലെറ്റ് ഓഫ് ട്രൈഫെഡ്? ട്രൈഫെഡിന്റെ റീറ്റെയിൽ ഔട്ട്ലെറ്റ് അറിയപ്പെടുന്ന പേരെന്താണ്? ആൻസർ ട്രൈബ്സ് ഇന്ത്യ. ട്രൈബ്സ് ഇന്ത്യ. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് SC/ST സൊസൈറ്റിയുമായിട്ട് ബന്ധപ്പെട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കാനുള്ളത്. അടുത്ത ക്ലാസ്സിൽ കോപ്പറേറ്റീവ് ഹൗസിംഗ് സൊസൈറ്റിയുമായിട്ട് ബന്ധപ്പെട്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് പഠിക്കാം. SC/ST സൊസൈറ്റിയുമായിട്ടും ലാംസുമായിട്ടും ബന്ധപ്പെട്ട് പറഞ്ഞ ഒരു കാര്യങ്ങൾ പോലും വിടാതെ പഠിക്കുക. പരീക്ഷയ്ക്ക് പ്രത്യേകിച്ച് PSC നടത്തുന്ന എക്സാമിന് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഭാഗമാണിത്. അതുകൊണ്ട് ഒന്നുപോലും വിടാതെ പഠിക്കും എന്നുള്ള പ്രതീക്ഷയിൽ നിർത്തുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.